കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഏവർക്കും നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള തിരുനാമത്തിൽ സ്നേഹ വന്ദനം. മലങ്കര കാത്തലിക് ടിവിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വലിയ നോമ്പ് കാലത്തെ 7 ആഴ്ചകളിൽ പ്രത്യേകമായി തിരുവചനത്തിൻ്റെയും സഭാ പാരമ്പര്യത്തിൻ്റെയും വെളിച്ചത്തിൽ നോമ്പിനെപ്പറ്റി, നോമ്പിൻ്റെ ചൈതന്യത്തെപ്പറ്റി, നോമ്പ് കാലത്ത് നാം ആർജിക്കേണ്ട നന്മകളെപ്പറ്റി നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ പുതിയ എപ്പിസോഡിലേക്ക് മലങ്കര കാത്തലിക് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ നോമ്പ് കാലം പുണ്യം പൂക്കുന്ന കാലമെന്ന് സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്ന കാലഘട്ടമാണ്. ഏറ്റവും പ്രത്യേകമായി അനുഗ്രഹത്തിൻ്റെ നീരുറവകൾ തുറന്ന് വലിയ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക്, അതിൻ്റെ ത്യാഗം അനുഭവിക്കുന്നവർക്ക് നന്മകളുടെ, അനുഗ്രഹങ്ങളുടെ വലിയ ഉറവകളിലേക്ക് ക്ഷണിക്കുന്ന നോമ്പ് കാലഘട്ടം. എല്ലാവർക്കും ഈ നോമ്പ് കാലത്തിൻ്റെ ചൈതന്യവും അതിൻ്റെ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ തൃത്വൈക ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ തൃത്വൈക ദൈവത്തിൻ്റെ മടിയിലായിരുന്ന് പ്രാർത്ഥനയും ഉപവാസവും വർജനയും അനുഷ്ഠിച്ച് നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ. പുണ്യം പൂക്കുന്ന ഈ കാലം സഭയിലൂടെ അനുഗ്രഹം മാരി വർഷിക്കുന്ന കാലഘട്ടം. നോമ്പിനെ പറ്റിയുള്ള സഭാപിതാക്കന്മാരുടെ വിശേഷണങ്ങൾ വളരെ ഏറെയാണ്. ഓരോന്നും എടുത്ത് ധ്യാനിച്ചാൽ പോലും നമുക്ക് ഓരോ നോമ്പ് കാലത്തിൽ സഭാപിതാക്കന്മാർ നോമ്പിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ധ്യാനിച്ചാൽ തന്നെ നമുക്ക് ധാരാളമായ അനുഗ്രഹങ്ങളുണ്ടാകും. നമ്മുടെ ചിന്തകൾ ഉദ്ദീപിക്കപ്പെടും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നോമ്പ് കാലഘട്ടം എപ്രകാരം അനുഗ്രഹമാക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. പുണ്യം പൂക്കുന്ന കാലത്ത് ആ പുണ്യത്തിൻ്റെ പുഷ്പങ്ങളാൽ നമ്മുടെ ജീവിതം അലങ്കൃതമാകുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പിൽ നമ്മൾ പ്രത്യേകമായി അനുഷ്ഠിക്കുന്ന ഉപവാസവും വർജനയും പ്രത്യേകമായ പ്രാർത്ഥനകളും കൊണ്ട് നോമ്പിൻ്റെ കാലഘട്ടം വളരെ ചൈതന്യവത്താണ്. പിതാക്കന്മാർ പഠിപ്പിക്കുന്നു, പ്രാർത്ഥന വലിയ ഒരു പരിചയമാണ്. പൈശാചിക തന്ത്രങ്ങൾക്ക്, സാത്താൻ്റെ കെണികളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുള്ള വളരെ വലിയ പരിചയമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഒരു കോട്ട പോലെയാണ്. ഈ കോട്ടയ്ക്കുള്ളിൽ നമ്മൾ സുരക്ഷിതരാണ്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ തൃത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ ആയിരിക്കുന്നത് കൊണ്ട് ആ തൃത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയാകുന്ന കോട്ടയ്ക്കുള്ളിൽ നമ്മൾ സുരക്ഷിതരാകുകയാണ്. എന്നാൽ ഉപവാസവും വർജനയും സാത്താൻ്റെ സൈനിക പാളയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആക്രമണമാണ്. പ്രാർത്ഥന പരിചയമാണ്. ഉപവാസവും വർജനയും പാതാളത്തിൻ്റെ കോട്ടകളെ നശിപ്പിക്കുന്ന ആക്രമണമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ആക്രമണത്തിന് ആത്മീയമായ ഒരുക്കം ഉൾക്കൊള്ളുകയാണ്. ആയുധങ്ങൾ ശേഖരിക്കുകയാണ്. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വലിയ നോമ്പ് കാലം പ്രത്യേകമായി 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകളും 10 ദിവസത്തിലെ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെ കുറിച്ചുള്ള ധ്യാനവുമാണ് നോമ്പ് കാലത്ത് നമുക്ക് വിചിന്തനത്തിനായി സഭ നൽകിയിരിക്കുക. 40 ദിവസം പ്രാർത്ഥിച്ച, സീനായി മലയിൽ ദൈവത്തോടൊത്ത് ആയിരുന്ന മോശയും ഹോറേബ് പർവ്വതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള
അത്യുന്നതനായ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയിൽ എരിഞ്ഞ് ഏലിയായും, സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ വസിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ഈ നോമ്പ് കാലത്തിന് നമുക്ക് മാതൃകയാണ്. നോമ്പുകാലത്തെ പ്രാർത്ഥനകളിലൊക്കെ മോശയുടെയും ഏലിയായുടെയും നോമ്പ് പോലെ, കർത്താവെ അങ്ങ് മരുഭൂമിയിൽ അനുഭവിച്ച ഉപവാസം പോലെ ഞങ്ങളുടെ നോമ്പിനെയും ചൈതന്യവത്താക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാനയുടെ സുവിശേഷ വായന കഴിഞ്ഞു വരുന്ന ഗീതം, പ്രത്യേകിച്ച് നമ്മുടെ അന്ത്യോക്യൻ ആരാധനക്രമത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ സുവിശേഷം കഴിഞ്ഞു വരുന്ന വലിയ നോമ്പ് കാലത്ത് ആലപിക്കുന്ന ഗീതം ഇപ്രകാരമാണ്: വലിയ ആയുധമാകുന്ന നോമ്പിൽ നമുക്ക് തീഷ്ണതയുള്ളവരായിരിക്കാം. ഈ നോമ്പിനാലാണ് മൃതരായവർ പൂർണ്ണതയിലേക്ക് കടന്നു ചെന്നത്. മലയിൽ, സീനായ മലയിൽ മോശ ദൈവത്തെ പ്രസാദിപ്പിച്ചതും ഏലിയ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ എരിഞ്ഞതും നമ്മുടെ കർത്താവായ യേശു മിശിഹ സാത്താനെ അതിജീവിച്ചതും ഈ നോമ്പിൻ്റെ ചൈതന്യത്താലാണ്. സഹദേന്മാരും വിശുദ്ധരും ശ്ലീഹന്മാരും ഇപ്രകാരമുള്ള നോമ്പ് അനുഷ്ഠിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രീതി കണ്ടെത്തിയവരാണ്. ഗീതം ആലപിക്കാനോ ഗാനങ്ങൾ ആലപിക്കാനോ അശക്തനായതുകൊണ്ടാണ് ഞാൻ ആ ഗീതത്തിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞത്. ഒരു പക്ഷേ ഞാൻ ആ ഗാനം ആലപിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അരോചകമായി അനുഭവപ്പെട്ടേനെ. ഇപ്രകാരം ആ ഗീതം നമ്മളെ പഠിപ്പിക്കുകയാണ്, നോമ്പ് വലിയ ആയുധമാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥന പരിചയമാണെങ്കിൽ നോമ്പും അതിൻ്റെ ചൈതന്യങ്ങളും നോമ്പും അതിലെ അനുഷ്ഠാനങ്ങളും വലിയ ആയുധമാണ്. ആയതുകൊണ്ട് ഈ 40 ദിവസത്തെ പ്രത്യേകമായ പ്രാർത്ഥനകളും ആചാര അനുഷ്ഠാനങ്ങളും 10 ദിവസത്തെ പീഡാസഹന ധ്യാനവും അതിനോട് ചേർന്നുള്ള പ്രാർത്ഥനകളുമൊക്കെ വലിയ ആയുധ ശേഖരമാണ്. പൈശാചിക ശക്തികൾക്കെതിരെ, പറുദീസായിൽ നിന്ന് നമ്മെ അന്യരാക്കുന്ന ശക്തികൾക്കെതിരെ, നമ്മുടെ തന്നെ ആത്മബലത്തെ ശക്തീകരിക്കാനുള്ള ആയുധ ശേഖരമാണ്. ഈ നോമ്പിനാലാണ് മോശ ദൈവത്തെ പ്രസാദിപ്പിച്ചത്. ഈ നോമ്പിനാലാണ് ഏലിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ എരിഞ്ഞത്. ഈ നോമ്പിനാലാണ് യേശു മിശിഹ സാത്താൻ്റെ പരീക്ഷണത്തെ അതിജീവിച്ചത്, അതിജീവിക്കുവാനുള്ള ശക്തി സ്വീകരിച്ചത്. സഹദേന്മാര്, പിതാക്കന്മാര്, വിശുദ്ധര്, പുണ്യവാന്മാര്, കർത്താവിൻ്റെ ശ്ലീഹന്മാര്, ഇവരൊക്കെയും ഈ നോമ്പനുഷ്ഠിച്ചാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ശക്തിയുള്ളവരായത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിവസം ആയുധം ധരിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുകയാണ്, നമ്മെ തന്നെ ആയുധധാരികളാക്കുകയാണ്. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ദൈവത്തിൻ്റെ വചനം നൽകുന്ന ശക്തിയിലൂടെ, പാരമ്പര്യത്തിൻ്റെ അകമ്പടിയോടെ അതിനെ ധ്യാനിച്ചുകൊണ്ട് ഈ നോമ്പിനെക്കുറിച്ചുള്ള പഠനം നമുക്ക് ആരംഭിക്കാം. നോമ്പ് കാലഘട്ടം വലിയ വർജനയുടെ കാലഘട്ടമാണ്. വർജനയുടെ കാലഘട്ടം മാത്രമല്ല, ഇത് ആർജനത്തിൻ്റെ കാലഘട്ടമാണ്. ചില കാര്യങ്ങളൊക്കെ വർജിക്കണം, അതിനേക്കാൾ ഉപരിയായി ചില ആർജിച്ചെടുക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നോമ്പ് വർജനയുടെ കാലഘട്ടമാണ്, ഒപ്പം തന്നെ ആർജിച്ചെടുക്കലിൻ്റെ കാലഘട്ടമാണ്. വർജന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് എന്താണ്? വർജന എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വർജിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരുകളാണ്. മത്സ്യമാംസാദികളും പാല് ഉൽപ്പന്നങ്ങളുമൊക്കെ ഉപേക്ഷിക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും. നോമ്പ്, ഉപവാസം, വർജന എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വർജനയെ പറ്റിയാണ്. ആയതുകൊണ്ട് തന്നെ പലപ്പോഴും അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടായി, വലിയ ത്യാഗമായി ഒക്കെ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ നോമ്പ് എന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് അതിൻ്റെ ഒരല്പം ചരിത്രം പഠിച്ചുകൊണ്ടാവണം.
നോമ്പ് ആരംഭിക്കുക 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ഒക്കെയാണ്. യേശു മിശിഹ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്ലീഹന്മാരെ തൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം, തൻ്റെ പെസഹ രഹസ്യം ലോകത്തോട് അറിയിക്കുവാനായി അയക്കുകയുണ്ടായി. ശിഷ്യന്മാരുടെ പ്രഘോഷണം സ്വീകരിച്ച അനേകർ യേശു മിശിഹായിലേക്ക്, അവൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക്, ആ പെസഹ രഹസ്യത്തിലേക്ക് ആകൃഷ്ടരായി. ആദിമ ക്രൈസ്തവ സമൂഹത്തോട് അനേകം ആളുകൾ ഇപ്രകാരം ചേർന്നുകൊണ്ടിരുന്നു. യേശു മിശിഹ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ശ്ലീഹന്മാരെ ഇപ്രകാരം നിയോഗിച്ചു: നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക. യേശു മിശിഹായെ സ്വീകരിക്കുന്നവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനരാവേണ്ടതാണ്. ഇപ്രകാരം ജ്ഞാനസ്നാനത്തിനായി ഒരുങ്ങുന്നവർ ഏറ്റവും പ്രത്യേകമായി 40 ദിവസത്തെ പ്രബോധനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യത്തിൽ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചു. ഇപ്രകാരം ജ്ഞാനസ്നാനത്തിനായി ഒരുങ്ങുന്നവർ, ജ്ഞാനസ്നാനത്തിലൂടെ കർത്താവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നവർ 40 ദിവസത്തെ പ്രത്യേകമായ പ്രബോധന രീതിയിലും പ്രാർത്ഥനകളിലും തങ്ങളുടെ ജീവിതത്തെ തന്നെ ക്രമീകരിക്കുകയുണ്ടായി. നോമ്പ് അനുഷ്ഠാനങ്ങളുടെ ആരംഭമായി സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഇതൊരു മാമോദീസായ്ക്കുള്ള ഒരുക്കമാണ്. മാമോദീസ സ്വീകരിക്കുന്നവർ മാമോദീസ സ്വീകരിക്കേണ്ട ചൈതന്യം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി പ്രത്യേകമായി തങ്ങളെ തന്നെ ഒരുക്കുകയാണ്. എന്നാൽ മാമോദീസ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുള്ള വ്യക്തികളോ, അവർ തങ്ങളുടെ മാമോദീസായിൽ ഏറ്റെടുത്ത പ്രതിജ്ഞകളെ നവീകരിക്കുകയാണ്. മാമോദീസായിൽ തങ്ങൾ സ്വീകരിച്ച ചൈതന്യത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായി ഈ നോമ്പ് കാലത്ത് തങ്ങളുടെ ജീവിതത്തെ തന്നെ വിലയിരുത്തി, തങ്ങളുടെ ജീവിതത്തെ തന്നെ പരിശോധിച്ച്, കുറവുകളുണ്ടെങ്കിൽ അവയ്ക്ക് പരിഹാരം ചെയ്ത് നവീകരിക്കപ്പെട്ട പുതിയ സൃഷ്ടിയായി രൂപപ്പെടുക എന്നുള്ളതിനാണ് നോമ്പ് കാലത്തിൻ്റെ ചൈതന്യം, അതിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുക. ആകയാൽ പ്രിയപ്പെട്ടവരെ, നോമ്പ് എന്നാൽ കേവല വസ്തുക്കളുടെ വർജന മാത്രമല്ല. നോമ്പ് എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തേണ്ടത് കേവല ഭക്ഷണപദാർത്ഥങ്ങളുടെയും ചില വസ്തുവകകളുടെയും വർജനയെക്കുറിച്ചല്ല, മറിച്ച് മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ ലഭ്യമായിരിക്കുന്ന ചൈതന്യത്തിൻ്റെ നവീകരണത്തെ പറ്റിയാണ് നമുക്കാദ്യം ചിന്തയുണ്ടാവേണ്ടത്. നോമ്പ് കാലഘട്ടം നമ്മളുടെ തന്നെ ജീവിതത്തെ നവീകരിക്കുന്നതിനുള്ള ഇടമാണ്, നവീകരിക്കുന്നതിനുള്ള അവസരമാണ്. എപ്രകാരം മാമോദീസായിൽ എപ്രകാരം ഒരു വ്യക്തി നവീകരിക്കപ്പെടുന്നു, അതുപോലെ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാന എന്ന പ്രാരംഭ കൂദാശകളിലൂടെ എപ്രകാരം ഒരു വ്യക്തി പുതിയ സൃഷ്ടിയായി രൂപപ്പെടുന്നുവോ, അതുപോലെ നോമ്പ് അനുഷ്ഠിക്കുന്നവൻ നോമ്പ് അവസാനിപ്പിക്കുമ്പോൾ, നോമ്പ് കാലഘട്ടം അവസാനിപ്പിക്കുമ്പോൾ പുതിയ സൃഷ്ടിയായി രൂപപ്പെടണം. നമ്മുടെ ആരാധനക്രമത്തിൽ നോമ്പ് കാലഘട്ടം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഞായറാഴ്ച, കൊത്തീന ഞായറാഴ്ച, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്നിൻ്റെ രംഗം വായിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ആണ് ആരംഭിക്കുക. നോമ്പിൻ്റെ ആദ്യ ദിവസം തന്നെ കാനായിലെ വിവാഹ വിരുന്നിൻ്റെ അവിടെ വെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുതത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ നോമ്പ് കാലഘട്ടം ആരംഭിക്കുക. ഇപ്രകാരം രുചിയും മണവുമില്ലാതിരുന്ന, രുചിയും നിറവുമില്ലാതിരുന്ന പച്ചവെള്ളത്തെ രുചിയും മണവും നിറവുമുള്ള വീഞ്ഞായി രൂപാന്തരപ്പെട്ടതുപോലെ നോമ്പ് അനുഷ്ഠിക്കുന്നവൻ നോമ്പ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ക്രിസ്തുവിനാൽ നവീകരിക്കപ്പെട്ട്
പരിശുദ്ധാത്മാവിനാൽ പൂർത്തീകരിക്കപ്പെട്ട് തൃത്വൈക ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവിക മനുഷ്യരായി രൂപാന്തരപ്പെടണം. സഭയുടെ സ്വപ്നം അതാണ്. സഭാ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ആയതുകൊണ്ടാണ് നോമ്പിൻ്റെ ആരംഭത്തിൽ തന്നെ അതിൻ്റെ അവസാനം എപ്രകാരമാകണം എന്ന് സഭ പഠിപ്പിക്കുക. ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ടവരായി, പുതിയ ചൈതന്യം ഉൾക്കൊള്ളുന്നവരായി, പുതിയ ചൈതന്യവും പുതിയ ജീവിതക്രമവും സ്വീകരിക്കുന്നവരായി, ലഹരി പിടിപ്പിക്കുന്ന പുതുവീഞ്ഞ് സമാനം നവീകരിക്കപ്പെടുവാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മെ പ്രാപ്തരാക്കണം. ആയതുകൊണ്ട് നോമ്പ് കാലഘട്ടത്തിൻ്റെ പ്രാരംഭത്തിൽ നോമ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തേണ്ടത് ചില വർജനകളെ പറ്റിയല്ല, മറിച്ച് നവീകരണത്തെ പറ്റിയാണ്. മാമോദീസായിൽ എന്താ സംഭവിക്കുക? മാമോദീസായിൽ ക്രിസ്തുവിൻ്റെ മരണത്തിലും അവൻ്റെ ഉത്ഥാനത്തിലും പങ്കുപറ്റി പുതിയ സൃഷ്ടിയായി രൂപപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിലും അവൻ്റെ ഉത്ഥാനത്തിലും പങ്കുപറ്റി പുതു സൃഷ്ടിയായി നവീകരിക്കപ്പെട്ട വ്യക്തികളായി മാമോദിസ സ്വീകരിക്കുന്ന വ്യക്തികൾ രൂപാന്തരപ്പെടുന്നത് പോലെ ഈ നോമ്പ് കാലഘട്ടം നമ്മെ ക്ഷണിക്കുക രൂപാന്തരത്തിലേക്കാണ്, ട്രാൻസ്ഫോർമേഷനിലേക്കാണ്, നവീകരിക്കപ്പെടലിലേക്കാണ്, പുതുതാക്കപ്പെടലിലേക്കാണ്. ആയതിനാൽ പുതുമയുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ഈ നോമ്പ് കാലഘട്ടം നമുക്ക് സാധിക്കണം. ഇത് തീർച്ചയായും അപ്രകാരം നവീകരിക്കപ്പെടണം. എപ്രകാരമാണ് നവീകരിക്കേണ്ടത്? കഴുകൻ തൻ്റെ ജീവിതത്തെ നവീകരിക്കുന്നത് പോലെ, കഴുകൻ തൻ്റെ യൗവനം വീണ്ടെടുക്കുന്നത് പോലെ നവീകരിക്കപ്പെടുവാൻ നമുക്കിടയാവണം. പല ധ്യാനഗുരുക്കന്മാരും സഭാപിതാക്കന്മാരുമൊക്കെ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മാംസഭുക്കായ കഴുകൻ തൻ്റെ ജീവിതത്തിന് ആഹാര പദാർത്ഥങ്ങൾ ശേഖരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മാംസപേശികൾ, അതിൻ്റെ മസിലുകളിൽ കൊഴുപ്പ് നിറയും, അതിൻ്റെ ചിറകുകൾ കൊഴുപ്പ് നിറയും, അതിൻ്റെ തൂവലുകൾക്ക് ഘനം ഭവിക്കും. ഇപ്രകാരം ഘനമുള്ള തൂവലുകൾ കൊണ്ട് വേഗത്തിൽ പറക്കാനോ ഇരയുടെ അടുത്തേക്ക് ശീഘ്രം പറന്നു വന്ന് ഇരയെ റാഞ്ചിയെടുക്കാനോ സാധിക്കില്ല. അതിൻ്റെ നഖത്തിൻ്റെ നഖത്തിൻ്റെ മൂർച്ച നഷ്ടപ്പെടും. ഇപ്രകാരം മൂർച്ച നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇരയെ തൻ്റെ നഖത്തിൽ പെട്ടെന്ന് കോർത്തെടുക്കാൻ കഴുകന് സാധിക്കില്ല. ഇപ്രകാരം തൻ്റെ ചിറകുകൾക്ക് കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോഴും തൻ്റെ തൂവലുകൾക്ക് ഘനം ഭവിക്കുമ്പോഴും വേഗത്തിൽ പറക്കാനോ ഇരയെ റാഞ്ചിയെടുക്കാനോ, ഒപ്പം തന്നെ അതിൻ്റെ ചുണ്ട് ബലപ്പെടും. അപ്പോൾ ചുണ്ട് ബലപ്പെടുമ്പോൾ അതിൻ്റേതായ ഷാർപ്പ്നെസ് ഉണ്ടാവില്ല, മൂർച്ച നഷ്ടപ്പെടും. ഇപ്രകാരം കൊഴുപ്പടിഞ്ഞുകൂടുകയും തൂവലുകൾക്ക് ഘനം ഭവിക്കുകയും തൻ്റെ നഖത്തിൽ അതിൻ്റെ ഷാർപ്പ്നെസ്, നഖത്തിൻ്റെയും ചുണ്ടിൻ്റെയും ഷാർപ്പ്നെസ് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഈ കഴുകൻ ഉയർന്ന മലമുകളിലേക്ക്, പാറക്കെട്ടുകളിലേക്ക് പറന്നുയർന്നു ചെല്ലും. ഇപ്രകാരം ആ പാറക്കെട്ടിൽ ഇരുന്നു കൊണ്ട് തൻ്റെ കൊക്ക്, തൻ്റെ ചുണ്ട് ആ പാറക്കെട്ടിൽ തല്ലി അതിന് പദം വരുത്തും, അതിന് മൂർച്ചയുണ്ടാക്കും. ഇപ്രകാരം മൂർച്ചയുണ്ടാക്കുന്ന ചുണ്ടുകൊണ്ട് അതിൻ്റെ തൂവലുകൾ, ഘനമുള്ള തൂവലുകൾ ഈ കഴുകൻ കൊത്തിപ്പറിച്ചു കളയും. അതിൻ്റെ നഖം ആ പാറക്കെട്ടിൽ ഉരച്ച് അതിന് മൂർച്ച കൂട്ടും. അനേക നാളുകൾ ഈ പാറക്കെട്ടിൽ ഇരുന്ന് കഴുകൻ വിശ്രമിക്കും. പറിച്ചു കളഞ്ഞ തൂവലുകളുടെ സ്ഥാനത്ത് നേർമയുള്ള ഘനം കുറഞ്ഞ, തനിക്ക് ശീഘ്രത്തിൽ പറക്കാൻ സാധിക്കുന്ന, തന്നെ ശീഘ്രത്തിൽ തൻ്റെ ഇരയുടെ അടുക്കിലേക്ക് പറന്നെത്താൻ സാധിക്കുന്ന ചെറിയ ഘനം കുറഞ്ഞ തൂവലുകൾ തൻ്റെ ശരീരത്തിലും ചിറകിലും പതിയെ വളർന്നു വരും. പാറക്കെട്ടിൽ ഉരച്ച് ആ ഷാർപ്പാക്കിയ അതിൻ്റെ നഖം പതിയെ വളർന്നു തുടങ്ങും. ഉയർന്ന പാറക്കെട്ടിലെ അത്യുഷ്ണം അതിൻ്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുർമേധസ്സിനെ ഉരുക്കിക്കളയും. ഇപ്രകാരം വേദനയുടെ അനുഭവത്തിലൂടെ തൻ്റെ തന്നെ യാത്രയ്ക്ക്
സുഗമമാകാത്ത കാര്യങ്ങളെയൊക്കെ വർജിക്കുന്ന കഴുകൻ തൻ്റെ ജീവിതത്തെ നവീകരിച്ച്, കഴുകൻ തൻ്റെ ശരീരത്തെ നവീകരിച്ച് യൗവനം വീണ്ടെടുക്കുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ നവീകരണം സംഭവിക്കുവാൻ നമുക്കിടയാവണം. അപ്പോൾ ചില വർജനകൾ അതിന് ആവശ്യമായി വരും. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ വർജിക്കേണ്ടതായി വരും. നമുക്കിഷ്ടപ്പെട്ട ചില വസ്തുക്കൾ, ഈ അടുത്ത കാലത്ത് മൊബൈൽ ഫോൺ മുതലായ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നമ്മെ അടിമകളാക്കി മാറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അല്പം മാറ്റിവെക്കേണ്ടി വരും. ചില സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അല്പം കുറയ്ക്കേണ്ടി വരും. ചില സൗഹൃദങ്ങൾ, ചില സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. ചില ബന്ധങ്ങൾ, ശരീരത്തിൻ്റെ ചില ആവശ്യങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. സാമ്പത്തികമായ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തേണ്ടി വരും. മറ്റു സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ പരിമിതപ്പെടുത്തേണ്ടി വരും. ഇതൊക്കെയും ആത്മീയ ജീവിതത്തിലെ നന്മകൾ ആർജിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്ന് തിരിച്ചറിയണം. ഇപ്രകാരം ഭക്ഷണപദാർത്ഥങ്ങൾ വർജിക്കുമ്പോൾ നമുക്ക് ചില ക്ഷീണം അനുഭവപ്പെടും. അതൊരു ക്ഷീണമല്ല, പിതാക്കന്മാർ പഠിപ്പിക്കുക, അതൊരു വാട്ടമാണ്. നല്ല പൊതിച്ചോറ് കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിൽ വാഴയില അല്പം വാട്ടിയെടുക്കും. ആ ഒരു വാട്ടം അതിൽ പൊതിഞ്ഞു കെട്ടുന്ന പൊതിച്ചോറിന്, ഭക്ഷണത്തിന് കൂടുതൽ രുചി പകരും. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ വർജനയൊക്കെ ഒരല്പം വാട്ടം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരുന്ന മോശ, അവൻ ലൗകികനായിരുന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മോശ ഈ ലോകത്തിൻ്റെ മകനായിരുന്നു. സീനായ മലയിൽ നിന്ന് നോമ്പനുഷ്ഠിച്ച് ഇറങ്ങി വരുന്ന മോശ ദൈവികനാവുകയാണ്. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. വേൾഡ്ലി ബിക്കംസ് ഗോൾഡ്ലി. ലൗകികൻ ദൈവികനായി രൂപപ്പെടുകയാണ്. സീനായ മലയിൽ നിന്ന് നോമ്പനുഷ്ഠിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശയെപ്പറ്റി ജനസമൂഹം പറയുകയാണ്, ദൈവത്തെ പോലെ, ഗോഡ് ലൈക്ക്. ഹി ബിക്കെയിം ഗോഡ് ലൈക്ക്. ഇന്ന് നോമ്പ് ആരംഭിക്കുന്ന നമ്മൾ, ഈ നോമ്പിൻ്റെ അവസാനം നമ്മളെ പറ്റിയുള്ള സഭയുടെ, സ്വർഗത്തിൻ്റെ ലക്ഷ്യം ഇതാണ്: വി ബിക്കം ക്രൈസ്റ്റ് ലൈക്ക്. We may become Christ-like. We should become Christ-like. ക്രിസ്തുവിനെ പോലെ ആവുക, യേശുവിനെ പോലെ ആവുക. നവീകരണത്തിൻ്റെ പൂർണ്ണത അതാണ്. നവീകരണത്തിൻ്റെ ലക്ഷ്യം അതാണ്. നോമ്പനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യം അതാണ്. ഇപ്രകാരം നവീകരിക്കപ്പെടുവാൻ നമ്മുടെ സഭയിൽ 7 ആഴ്ചക്കാലം ഓരോ ആഴ്ചയ്ക്കും അതിൻ്റേതായ ധ്യാനം ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ നോമ്പ് കാലത്തെ ഓരോ ഞായറാഴ്ചയിലെയും വായനകളാണ് ആ ആഴ്ചയുടെ പ്രാർത്ഥനയെ പ്രത്യേകമായി നിയന്ത്രിക്കുക. ഒന്നാമത്തെ ആഴ്ച മുമ്പ് സൂചിപ്പിച്ചു, കൊത്തിനെ ഞായറാഴ്ച. കാനായിലെ കല്യാണത്തിന്, കാനായിലെ വിവാഹ വിരുന്നിന് വെള്ളം വീഞ്ഞായി രൂപാന്തരപ്പെട്ടു. ഒരു കുടുംബത്തിൻ്റെ, ആ വധൂവരന്മാരുടെ സ്വപ്നങ്ങൾ പൊലിയുമെന്ന അവസ്ഥയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേകം മധ്യസ്ഥതയിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹ പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ ആരംഭമെന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്ന യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനായിലെ വിവാഹ വിരുന്നിൻ്റെ അവസരം. ഈ 7 ഞായറാഴ്ചകളും പ്രത്യേകമായി 7 പ്രാർത്ഥനകൾ അച്ഛനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ നോമ്പ് കാലത്ത് പ്രത്യേകമായി നമുക്കുണ്ടായിരിക്കേണ്ട 7 പ്രാർത്ഥനകളാണ്. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവേണ്ട 7 പ്രാർത്ഥനകൾ. ഒന്നാമത്തെ ആഴ്ചയിലെ നമ്മുടെ ധ്യാനം ഇപ്രകാരമാകട്ടെ: വെള്ളം
ക്രിസ്തുവിനോട്, യേശുവിനോട് പ്രാർത്ഥിച്ചു. ദ വാട്ടർ പ്രേഡ് ടു ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്, ലോർഡ് ട്രാൻസ്ഫോം മീ. വെള്ളം പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. സ്രഷ്ടാവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ നവീകരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. അവൾ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുക, അവൻ പറയുന്നത് ചെയ്യുവിൻ. നോക്കിയപ്പോൾ അവിടെ 6 കൽഭരണികൾ. ആ കൽഭരണികളിലൊക്കെ വെള്ളം കോരി നിറയ്ക്കുവീനെന്ന് മിശിഹ ശിഷ്യന്മാരോട് പറഞ്ഞു. യേശു പരിചാരകരോട് പറഞ്ഞു, വെള്ളം കോരി നിറയ്ക്കുവീൻ. കൽഭരണികളിൽ നിറയ്ക്കപ്പെട്ട വെള്ളം രുചിയും മണവുമില്ലാത്ത, നിറവും ഗുണവുമില്ലാത്ത വെള്ളം തൻ്റെ സ്രഷ്ടാവിനോട് പ്രാർത്ഥിച്ചു, ഓ ലോർഡ് ട്രാൻസ്ഫോം മീ, ഓ ലോർഡ് ട്രാൻസ്ഫോം മീ. ദൈവം വെള്ളത്തെ നവീകരിച്ചു, രൂപാന്തരപ്പെടുത്തി. നിറവും മണവുമില്ലാത്ത, ഗുണമില്ലാത്ത വെള്ളത്തെ നിറവും മണവും ഗുണവുമുള്ള മേൽത്തരം വീഞ്ഞായി രൂപാന്തരപ്പെടുത്തി. നമ്മുടെ ഒരു പ്രാർത്ഥന ഇതാവട്ടെ ഈ നോമ്പുകാലത്തിലെ, ഓ ലോർഡ് ട്രാൻസ്ഫോം മീ ഫ്രം ഓഫ് മൈ ബീയിങ്, ഓഫ് മൈ എക്സിസ്റ്റൻസ് ടു ബി thine, to be yours, so that I may be a good wine. മേൽത്തരം വീഞ്ഞായി ഞാൻ രൂപാന്തരപ്പെടുത്തട്ടെ. ലഹരി പിടിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ലഹരി പകർന്നു നൽകുന്ന മേൽത്തരം വീഞ്ഞായി ഞാനും രൂപാന്തരപ്പെടട്ടെ. 2-ാമത്തെ ഞായറാഴ്ച ഗർഭോ ഞായർ എന്നാണ് അറിയപ്പെടുക. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഞായറാഴ്ച, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഞായറാഴ്ച. ഈ 2-ാമത്തെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ നോമ്പുകാലത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട 2-ാമത്തെ പ്രാർത്ഥന, ദ ലെപ്പർ പ്രേഡ് ടു ക്രൈസ്റ്റ്, ലോർഡ് മേക്ക് മീ ഹോളി. ദൈവമേ എന്നെ പരിശുദ്ധനാക്കണമേ. അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധിയുണ്ടാവും. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ലോർഡ് മേക്ക് മീ ഹോളി. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധിയിൽ നിറയാൻ നിങ്ങൾക്കും ഇടയാവട്ടെ. പൗലോസ്ലീഹ ഉത്ബോധിപ്പിക്കുകയാണല്ലോ, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ആയതുകൊണ്ട് കേവല ഭക്ഷണപദാർത്ഥങ്ങളിലേക്ക് ഒതുങ്ങാതെ വിശുദ്ധിയിൽ വളരുവാൻ, വിശുദ്ധിയുടെ പരിമളം കൊണ്ട് നിറയുവാനും വിശുദ്ധിയുടെ പരിമളം വീശുവാനും നമ്മെ ശക്തരാക്കാൻ തക്കവണ്ണം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ എന്നെ പരിശുദ്ധനാക്കണമേ. വീണ്ടും 3-ാമത്തെ ഞായറാഴ്ച മുശരിയോ ഞായർ എന്നറിയപ്പെടുന്ന തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ധ്യാനിക്കുന്ന ആഴ്ചക്കാലം. 4 പേർ ചേർന്ന് കിടക്കയോടെ എടുത്തുകൊണ്ടുവരുന്ന തളർവാദ രോഗി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ലോർഡ് മേക്ക് മീ പെർഫെക്റ്റ്. നൗ ഐ ആം ഇംപെർഫെക്റ്റ് ഓൺ മൈ ബെഡ്. ലോർഡ് എന്നെ പൂർണ്ണനാക്കണമേ. എനിക്കിപ്പോൾ ഒരുപാട് അപാകതകളുണ്ട്, അപൂർണതകളുണ്ട്. ആയതുകൊണ്ട് തന്നെ അപാകതകളും അപൂർണതകളുമാകുന്ന ഈ കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ, ലോർഡ് മേക്ക് മീ പെർഫെക്റ്റ്, എന്നെ പരിപൂർണനാക്കണമേ, എന്നെ പൂർണ്ണനാക്കണമേ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കുവിൻ. എല്ലാ കാര്യത്തിലും പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാൻ ലോർഡ് മേക്ക് മീ പെർഫെക്റ്റ്. നമ്മൾ 3 പ്രാർത്ഥനകൾ കണ്ടു. വെള്ളം പ്രാർത്ഥിക്കുന്നു, ലോർഡ് ട്രാൻസ്ഫോം മീ. കുഷ്ഠരോഗി പ്രാർത്ഥിക്കുന്നു, ലോർഡ് മേക്ക് മീ ഹോളി, എന്നെ ശുദ്ധനാക്കണമേ. തളർവാദ രോഗി പ്രാർത്ഥിക്കുന്നു, ലോർഡ് മേക്ക് മീ പെർഫെക്റ്റ്, എന്നെ പൂർണ്ണനാക്കണമേ. വീണ്ടും
ആ ജ്ഞാനായക്കാരി സ്ത്രീ അവൾ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലോർഡ്, ഹാവ് മേഴ്സി ഓൺ മൈ ഡോട്ടർ, ഹാവ് മേഴ്സി ഓൺ മൈ ഡോട്ടർ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമുക്കും പ്രാർത്ഥിക്കാം. ഓ ലോർഡ്, ഹാവ് മേഴ്സി ഓൺ മൈ ഡോട്ടർ, ഹാവ് മേഴ്സി ഓൺ മൈ സൺ, ഹാവ് മേഴ്സി ഓൺ മൈ ചിൽഡ്രൻ, ഹാവ് മേഴ്സി ഓൺ മൈ ബ്രദേഴ്സ്, ഹാവ് മേഴ്സി ഓൺ മൈ സിസ്റ്റേഴ്സ് ആൻഡ് അവർ നെയ്ബേഴ്സ്. ദൈവമേ, ഞങ്ങളെല്ലാവരോടും കരുണയായിരിക്കണമേ, ഞങ്ങളെല്ലാവരോടും കരുണ തോന്നണമേ. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ, ജെറുസലേമിലെ നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിലേക്കാണെന്ന് പറയുമ്പോൾ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങളുടെ അവകാശികൾ നായ്ക്കളാണെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വാദം നടത്തി വിജയിക്കുന്ന ഒരു അമ്മ, ആ അമ്മ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും 5-ാമത്തെ ഞായറാഴ്ച കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ആഴ്ചക്കാലം. കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്ന വേദഭാഗം ധ്യാനിക്കുമ്പോൾ അവൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ 5-ാമത്തെ പ്രാർത്ഥന, ലോർഡ് ടീച്ച് മീ ഹൗ ടു പ്രേ, ലോർഡ് ടീച്ച് മീ ഹൗ ടു പ്രേ. ശിഷ്യന്മാരും യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഇത് തന്നെയല്ലേ പറയുക, സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഒരു പക്ഷേ യേശുവിൻ്റെ അടുക്കൽ സുവിശേഷത്തിൽ ശിഷ്യന്മാർ ആവശ്യപ്പെടുന്നതിലെ ഏറ്റവും മനോഹരമായ കാര്യം ഇതായിരിക്കും, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കൂനിയായ സ്ത്രീക്ക് നിവർന്നു നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവൾ, സ്വർഗത്തിലേക്ക് ഉയർന്നു നിൽക്കാൻ സാധിക്കാത്തവൾ, പ്രകാരമാണല്ലോ മനുഷ്യനെ പറ്റി നിർവചിക്കുക, നിവർന്നു നിൽക്കാൻ സാധിക്കുന്നവർ. ഇവിടെ ഒരു കൂനിപ്പോയ സ്ത്രീ തൻ്റെ ജീവിതത്തിൻ്റെ മാറാപ്പ് കൊണ്ട്, തൻ്റെ ജീവിതത്തിലെ ബലഹീനതകൾ കൊണ്ട്, തൻ്റെ ചുമലിലെ ജീവിതഭാരം കൊണ്ട് കൂനിപ്പോയവൾ ക്രിസ്തുവിൻ്റെ സന്നിധി പറയുകയാണ്, ലോർഡ് ടീച്ച് മീ ഹൗ ടു പ്രേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. 6-ാമത്തെ ആഴ്ചയിലെ നമ്മുടെ ധ്യാനം, സമയോ ഞായർ എന്നറിയപ്പെടുന്ന ആഴ്ചയിലെ നമ്മുടെ ധ്യാനം ഇപ്രകാരമാണ്. 2 കുരുടന്മാർ പ്രാർത്ഥിക്കുകയാണ്, കുറിയേലായിസോൻ. നമ്മുടെ ആരാധനാക്രമത്തിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന പ്രാർത്ഥന അതുതന്നെ, അതൊരു ഗ്രീക്ക് വേർഡാണ്, ഒരു ഗ്രീക്ക് പദമാണ് കുറിയേലായിസോൻ. ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ. അതിൻ്റെ തന്നെ സുറിയാനി ഭാഗമാണ്, സുറിയാനി ഭാഷ്യമാണ് നമ്മൾ പറയുന്ന മറ്റൊരു പ്രാർത്ഥന, മൊറിയോറാഹിം അലൈൻ, മൊറിയോറാഹിം അലൈൻ. ഓ ലോർഡ് മേഴ്സി ഓൺ മീ, മേഴ്സി ഓൺ അസ്. കർത്താവെ, കരുണയായിരിക്കണമേ. ഇപ്രകാരം 6 പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ശുദ്ധനാക്കണമേ, എന്നെ പൂർണ്ണനാക്കണമേ, എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ കുടുംബക്കാരോടും എന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരോടും കരുണയായിരിക്കണമേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ. 7-ാം ഞായറാഴ്ച കുട്ടികളുടെ ആലാപനം നമ്മൾ കേൾക്കുകയാണ്. ഹോസാന. ഹോസാന എന്ന പദത്തിൻ്റെ അർത്ഥം ലോർഡ് സേവ് അസ് നൗ. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണം, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണം. ഇപ്രകാരം 7 പ്രാർത്ഥനകളുടെ ഒരു ആവർത്തനമാവട്ടെ നമ്മളുടെ ഈ നോമ്പുകാലം. 7 പ്രാർത്ഥനകളുടെ ആവർത്തനമാവട്ടെ നമ്മളുടെ നോമ്പുകാലം. ഒരിക്കൽ കൂടി നമ്മൾക്ക് ആ പ്രാർത്ഥനകളെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ദൈവമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, ദൈവമേ എന്നെ ശുദ്ധനാക്കണമേ, ദൈവമേ എന്നെ പൂർണ്ണനാക്കണമേ, ദൈവമേ എന്നോടും എനിക്ക് ചുറ്റുമുള്ളവരോടും കരുണയായിരിക്കണമേ, ദൈവമേ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ദൈവമേ എന്നോടും എൻ്റെ ജീവിത സാഹചര്യങ്ങളോടും കരുണയായിരിക്കണമേ, ദൈവമേ ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ. ഇപ്രകാരം പ്രാർത്ഥനയുടെ ഒരു നോമ്പ് കാലഘട്ടം നമുക്ക് ജീവിക്കാം. ഇപ്രകാരം പ്രാർത്ഥനയുടെ ഒരു നോമ്പ് നമുക്ക് അനുഷ്ഠിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക്
പ്രാർത്ഥനയുടെ ഒരു ചൈതന്യമുള്ള നോമ്പായി നമുക്ക് രൂപപ്പെടുത്താം. പ്രാർത്ഥന എപ്പോഴും നമുക്ക് മാറ്റിവെക്കാനാവാത്ത സംഗതിയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സംഗതി, ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട, ദൈവത്തോട് നമ്മളെ ചേർത്ത് നിർത്തുന്ന കാര്യമാണ്. പ്രാർത്ഥനയിൽ പല ഘടകങ്ങളുണ്ട്, നമുക്കതറിയാം. സ്തുതിപ്പിൻ്റേതും യാചനയുടേതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും അപേക്ഷകളും ഒക്കെ ചേർന്നതാണ് പ്രാർത്ഥന. നമ്മളെ പ്രാർത്ഥന ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ്. 42-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവേ, മാൻപേട നീർത്തോടിനു വേണ്ടി വാഞ്ചിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് അങ്ങയെക്കുറിച്ച് ദാഹിക്കുന്നു. മാൻപേട നീർത്തോടിനു വേണ്ടി വാഞ്ചിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് അങ്ങയെക്കുറിച്ച് ദാഹിക്കുന്നു. അഗസ്തീനോസ് പുണ്യവാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു. ഇപ്രകാരം പറയുകയാണ്, മൈ സോൾ ഈസ് റെസ്റ്റ്ലെസ് അണ്ടിൽ ഇറ്റ് ഫൈൻഡ് റെസ്റ്റ് ഇൻ thee. അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. ഈ ഒരു അസ്വസ്ഥതയാണ് നമുക്ക് പ്രാർത്ഥന. ഈ ഒരു അസ്വസ്ഥതയാവണം നമ്മളുടെ പ്രാർത്ഥന. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, മാൻപേട നീർച്ചോടിനു വേണ്ടി ദാഹിക്കുന്നത് പോലെ, മാൻപേട നീർത്തോടിനു വേണ്ടി വാഞ്ചിക്കുന്നത് പോലെ ആത്മാവിൻ്റെ ദാഹമാവട്ടെ പ്രാർത്ഥന. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുക, നോമ്പിൻ്റെ 3 പില്ലേഴ്സ്, 3 pillars ഓഫ് ലെൻറ്റ്: പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നിവയാണ്. അതിൽ ആദ്യത്തെ ഒരു പില്ലറാണ് നമ്മൾ കണ്ടത്, പ്രാർത്ഥന. അത് ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കി മാറ്റാൻ പറ്റില്ല. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, വെള്ളത്തിലായിരിക്കുന്ന മത്സ്യത്തെ കരയ്ക്ക് പിടിച്ചിടുന്നത് പോലെയാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥനയെ മാറ്റിവെച്ചാൽ അവനെ കാണുക. പ്രാർത്ഥന മത്സ്യത്തിന് വെള്ളം പോലെയാണ്. വസ്തുക്കൾക്ക് ജീവവായു പോലെ, ജീവശ്വാസം പോലെയാണ് പ്രാർത്ഥന. ശ്വാസം നിലച്ചാൽ മൃതി അടയും, ശ്വാസം നിലച്ചാൽ നമ്മളൊക്കെയും മരണപ്പെടും. പ്രാർത്ഥന അത്രമാത്രം അത്യന്താപേക്ഷിതമായ ഘടകമാണ്. രണ്ടാമത്തെ, നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന, നോമ്പിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന, നോമ്പിൻ്റെ ചൈതന്യത്തിൽ രൂപാന്തരപ്പെടുവാൻ, നോമ്പിൻ്റെ ചൈതന്യത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്ന രണ്ടാമത്തെ ഘടകം ഉപവാസമാണ്. ഉപവാസം എന്നത് നമ്മളോട് തന്നെയുള്ളൊരു ബന്ധമാണ്. പ്രാർത്ഥന ദൈവത്തോടുള്ളൊരു ബന്ധമാണ് എങ്കിൽ ഉപവാസം എന്നത് നമ്മളോട് തന്നെയുള്ള ഒരു ബന്ധമാണ്. ചില കാര്യങ്ങളിൽ ഉപവാസം എന്നാൽ അതിൻ്റെ അർത്ഥം ഉപത്തിൽ വസിക്കുക, കൂടെ ആയിരിക്കുക എന്നൊക്കെയാണ്. അതിൻ്റെ അക്ഷരാർത്ഥം ഇപ്രകാരമാണ്, കൂടെ ആയിരിക്കുക, ഉപത്തിൽ വസിക്കുക എന്നൊക്കെ. എന്നാൽ ഉപവാസം എന്ന അതിൻ്റെ വ്യാഖ്യാനാർത്ഥം വർജന എന്നാണ്. അതിൻ്റെ വ്യാഖ്യാനാർത്ഥം വർജന എന്നാണ്. ചില കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മളോട് തന്നെയുള്ള ഒരു ബന്ധത്തിൻ്റെ വളർച്ചയാണ്. ചില കാര്യങ്ങൾ, ചില ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ വിശുദ്ധരും സഭാപിതാക്കന്മാരും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരൊക്കെയും ഇപ്രകാരം വർജനയുടെ, ചില ത്യാഗങ്ങൾ ഏറ്റെടുക്കലിൻ്റെ ജീവിതം നയിച്ചവരാണ്. ശരീരത്തിൻ്റെ ആവശ്യമായ, അത്യന്താപേക്ഷിതമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. രുചി പകരുന്ന ഭക്ഷണങ്ങൾ വേണ്ട എന്ന് വയ്ക്കുക. ഉപ്പൊഴിച്ച് മാത്രം ഭക്ഷിക്കുന്ന, ഉപ്പൊഴിച്ച് മാത്രം കഴിച്ചു കൊണ്ടുവരുന്ന വ്യക്തികൾ ത്യാഗപൂർവം ചില ഉപ്പ് ഭക്ഷണ പദാർത്ഥത്തിൽ മാറ്റിവെക്കുക. ചില ആ വ്യക്തികളൊക്കെ ആണെങ്കിൽ ഉപ്പ് കൂട്ടി ഒഴിച്ച് ഈ ഭക്ഷണത്തെ കയ്പിച്ച് അത് കഴിക്കുക. അപ്രകാരമൊക്കെ ത്യാഗമെടുത്തവരാണ് വിശുദ്ധ പിതാക്കന്മാരൊക്കെയും. ചില മോർട്ടിഫിക്കേഷൻസ് നമുക്ക് ആവശ്യമാണ്.
എന്തിനു വേണ്ടിയാണ് ഇപ്രകാരം മോർട്ടിഫിക്കേഷൻ? അതൊരു ആത്മസംയമനത്തിൻ്റെ രൂപപ്പെടുത്തലാണ്. ആത്മസംയമനത്തിൻ്റെ രൂപപ്പെടുത്തലാണ്. ജോബ് തൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുകയാണ്, കണ്ണുകളുമായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ഒരു കന്യകയെ ഞാൻ എങ്ങനെ നോക്കും? കണ്ണുകളോടുള്ള ഉടമ്പടി, കാതുകളോടുള്ള ഉടമ്പടി, നാവിനോടുള്ള ഉടമ്പടി. ചില വാക്കുകൾ, ചില പദങ്ങൾ, മറ്റുള്ളവരെയും നമ്മളെയും മലിനപ്പെടുത്തുന്ന ചില പദങ്ങൾ. ഏറ്റവും പ്രധാനമായി ഈ നോമ്പ് കാലത്തെങ്കിലും ഉപയോഗിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള ആത്മസംയമനം. ഉപവാസം എന്നതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. രുചി നമ്മൾ മാറ്റിവെക്കുക. ഏദനിൽ അതല്ലേ സംഭവിക്കുക? ഏദൻ തോട്ടത്തിൽ പഴം പറിച്ചു തിന്നാനായി സാത്താൻ പ്രേരിപ്പിച്ചത് കണ്ണിന് കൗതുകകരമായതും നാവിൽ സാധൂറുന്നതുമായ പഴം ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു. ഇപ്രകാരം കണ്ണിന് കൗതുകകരമായതും നാവിൽ സ്വാദൂറുന്നതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ അല്പം വർജിക്കുക. വർജന കൊണ്ട് പ്രിയപ്പെട്ടവരെ നഷ്ടമൊന്നും ഉണ്ടാവില്ല. നമ്മളെന്താ കണ്ടിട്ടില്ലേ? വലിയ അടുക്കുള്ള നിലവിളക്ക്, കുറേ തട്ടുകളുള്ള നിലവിളക്ക്. ഈ നിലവിളക്കിൻ്റെ മുകളിലെ തട്ടിൽ എണ്ണ ഒഴിച്ച് അത് നിറഞ്ഞ് കവിയുമ്പോൾ നമ്മൾ ഓർക്കും ആ എണ്ണ നഷ്ടപ്പെടും. എന്നാൽ അത് താഴത്തെ തട്ടുകളിൽ ശേഖരിക്കപ്പെടും. ഈ താഴത്തെ തട്ടുകളിൽ ശേഖരിക്കപ്പെടുന്ന എണ്ണയാണ് വീണ്ടും മുകളിലെ തട്ടിലെ ദീപത്തിന് ശോഭ നൽകാനായി കോരി ഒഴിക്കുക. എണ്ണ ഒഴിക്കുന്ന പള്ളികളിലും എണ്ണ നേർച്ചയായിട്ടൊഴിക്കുന്ന നിലവിളക്കുകൾ ക്രമീകരിച്ചിരിക്കുന്ന പള്ളികളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്രകാരം ശരീരത്തിൽ നമ്മൾ അല്പം ത്യാഗമെടുക്കുമ്പോൾ ആ ത്യാഗത്തിൽ നിന്നുണ്ടാകുന്ന പുണ്യങ്ങളൊക്കെയും ആത്മാവിൻ്റെ തലത്തിൽ ശേഖരിക്കപ്പെടും. പിന്നീട് ശരീരത്തെ നിയന്ത്രിക്കുന്നത് ഈ ആത്മാവിൻ്റെ തലത്തിൽ ശേഖരിക്കപ്പെടുന്ന പുണ്യങ്ങളാണ്. ഇപ്രകാരം ആത്മാവിൻ്റെ തലത്തിൽ പുണ്യങ്ങൾ ശേഖരിക്കുവാൻ ശരീരത്തിൽ, ബന്ധങ്ങളിൽ, നമ്മൾ വസ്തുക്കളുടെ ഉപയോഗത്തിലൊക്കെ അല്പം നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുക. അത് നമ്മളോട് തന്നെയുള്ള അവനവനോടുള്ള ബന്ധത്തിൻ്റെ വളർച്ചയാണ്. ഇപ്രകാരം സുവിശേഷത്തിൽ പറയുകയാണ്, ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് കൈയടക്കും, അത് സ്വന്തമാക്കും. ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് കൈയടക്കും. ആരാണ് ഈ ബലവാന്മാർ? എന്താണ് ഈ ബലപ്രയോഗം? ഈ ബലപ്രയോഗം അവനവനോട് തന്നെയുള്ള ആത്മസംയമനത്തിൻ്റെ ബലപ്രയോഗമാണ്. അവനവനോട് തന്നെയുള്ള ആത്മസംയമനത്തിൻ്റെ മൽപ്പിടുത്തമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലം ഉപവാസത്തിൻ്റെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. ഭക്ഷണ പദാർത്ഥങ്ങളുടെ വർജന കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്. ഇപ്രകാരമുള്ള ആത്മസംയമനത്തിലേക്കുള്ള വളർച്ചയാണെന്നും അവനവനോടുള്ള ബന്ധം, പ്രാർത്ഥന ദൈവത്തോടുള്ള ബന്ധമാണെങ്കിൽ ആത്മസംയമനം, ഉപവാസം അവനവനോടുള്ള, അവനവൻ്റെ ശരീരത്തോടുള്ള, അവനവൻ്റെ ആത്മാവിനോടുള്ള, അവനവൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തെ ക്രമീകരിക്കലാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ഈ നോമ്പിൻ്റെ രണ്ടാമത്തെ തൂണും ഉറപ്പിക്കും. നോമ്പിൻ്റെ മൂന്നാമത്തെ തൂണ്, 3 pillars, അതിൽ മൂന്നാമത്തേത് ദാനധർമ്മമാണ്. സഹോദരനോടുള്ള ബന്ധം, സഹോദരങ്ങളോടുള്ള ബന്ധം എപ്രകാരമാണ് എന്ന് തിരിച്ചറിയുവാൻ ദാനധർമ്മത്തെക്കുറിച്ചുള്ള പഠനം നമ്മെ പ്രേരിപ്പിക്കും. നമ്മളുടെ ആരാധനക്രമത്തിൽ നോമ്പിൻ്റെ ആദ്യ ദിവസം തിങ്കളാഴ്ച ശുഭുക്കോനോ ശുശ്രൂഷ എന്ന ശുശ്രൂഷയുണ്ട്. നിരപ്പിൻ്റെ ശുശ്രൂഷ, അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ എന്നൊക്കെയാണ് ശുഭുക്കോനോ ശുശ്രൂഷ കൊണ്ട് അർത്ഥമാക്കുക. ശുഭുക്കോനോ എന്ന പദത്തിൻ്റെ അർത്ഥവും അതുതന്നെയാണ്. അനുരഞ്ജനം, നിരപ്പാകൽ, ദൈവത്തോട്, തന്നോട് തന്നെ, സഹോദരങ്ങളോട്. ഇപ്രകാരം എല്ലാ സഹോദരങ്ങളോടും നിരപ്പായി അനുരഞ്ജനപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുക. നമ്മൾ വർജിക്കുന്ന
ഭക്ഷണപദാർത്ഥങ്ങളുടെയും നമ്മൾ ത്യാഗം ഏറ്റെടുക്കുന്ന പ്രവൃത്തികളുടെയും ഒക്കെ ഫലം സഹോദരനുമായി പങ്കുവെക്കുക. അപ്പോൾ നമ്മളുടെ ബന്ധം, ലംബമായ ബന്ധം, ദൈവത്തോടുള്ള ബന്ധം, ഹൊറിസോണ്ടലായിട്ടുള്ള തിരശ്ചീനമായ ബന്ധം, സഹോദരങ്ങളോടുള്ള ബന്ധം, അതിൽ നിരപ്പുണ്ടാവണം, അനുരഞ്ജനമുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ, പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നീ പുണ്യങ്ങൾ, നോമ്പിനെ പിടിച്ചു നിർത്തുന്ന നോമ്പിൻ്റെ വലിയ പുണ്യങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. 113 സങ്കീർത്തനത്തിൽ, 119 സങ്കീർത്തനത്തിൽ അതിൻ്റെ 33 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്: കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അവസാനം വരെ ഞാനത് പാലിക്കും. അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ. അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. നോമ്പ് കാലം ഇതായിരിക്കണം. കർത്താവിൻ്റെ കൽപ്പനകളും അവിടുത്തെ ചട്ടങ്ങളും ധ്യാനിക്കുവാൻ നമുക്കിടയാവണം. ധനലാഭത്തിലേക്കല്ല, മറിച്ച് അവിടുത്തെ കൽപ്പനകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തിരിക്കുവാൻ ഇടയാവണം. 63 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. എന്താണ് ഈ മജ്ജയും മേധസ്സും? മജ്ജ എന്നത് ഇംഗ്ലീഷിൽ ബോൺ മാരോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് പുതിയ ജീവകോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. മേധസ് ശരീരത്തിന് രൂപം നൽകുന്നതാണ്. കൊഴുപ്പ് ശരീരത്തിന് രൂപം നൽകുമ്പോൾ മജ്ജ ശരീരത്തിൽ പുതിയ ജീവകോശങ്ങളെ ഉൽപ്പാദിപ്പിക്കും. ഈ നോമ്പ് കാലത്ത് ഇപ്രകാരം കിടക്കയിൽ ഞാൻ ജീവിതകാലം മുഴുവൻ അങ്ങയെ പുകഴ്ത്തും, കൈകളുയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. 5 വാക്യം, 63 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യം. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയും. പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ദാനധർമ്മം കൊണ്ടും പുതിയ ജീവകോശങ്ങൾ പുതുതായി രൂപപ്പെട്ട് ട്രാൻസ്ഫോർമേഷൻ സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി രൂപപ്പെടുകയാണ്. ഇപ്രകാരം നോമ്പിൻ്റെ ചൈതന്യം നമുക്ക് ഉൾക്കൊള്ളാം. നവീകരിക്കപ്പെട്ട് പുതിയ സൃഷ്ടിയായി മാറാം. രണ്ടാമതായി, നോമ്പിൻ്റെ ചരിത്രം ഉയർപ്പ് പെരുന്നാളിന് ഒരുക്കമായി 40 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കുക എന്നതാണ്. ചില അവസരങ്ങളിൽ അത് 1 മണിക്കൂറായി, പിന്നീട് ഒരാഴ്ചക്കാലമായി, പിന്നീട് 40 ദിവസമായി 2-3 നൂറ്റാണ്ടുകളിൽ രൂപപ്പെട്ടു വന്നതാണ് ഈ നോമ്പിൻ്റെ ചരിത്രം. ഉയർപ്പ് പെരുന്നാളിന് ഒരുക്കമായി നോമ്പനുഷ്ഠിക്കുക, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നോമ്പ് ജീവിക്കുക. നോക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ്. മോശയും ഏലിയായും നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. മരുഭൂയാത്രയിൽ ഇസ്രായേൽ ജനതയ്ക്ക് വളരെ പരാതികളും പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. തങ്ങളുടെ വല്ലായ്മകളെക്കുറിച്ച് ഇസ്രായേൽ ജനത പരാജയപ്പെട്ടപ്പോഴും പരാതിപ്പെട്ടപ്പോഴും പരിഭവപ്പെട്ടപ്പോഴും ഒക്കെ മോശ നോക്കിയത് ദൈവത്തിലേക്കാണ്. മനുഷ്യനെ ആശ്രയിക്കാതെ, പരിമിതികളിലേക്ക് നോക്കാതെ, പരിമിതികൾക്കതീതനായ ദൈവത്തിലേക്ക് നോക്കുവാൻ ഈ നോമ്പ് കാലം നമ്മെ ക്ഷണിക്കുകയാണ്. കുരിശിലേക്കാണ് നോക്കേണ്ടത്. ആയതുകൊണ്ടാണ്
നോമ്പിൻ്റെ പകുതി നോമ്പാകുമ്പോൾ നമ്മുടെ ദേവാലയത്തിൽ ഗോകുൽത്ത സ്ഥാപിക്കും. ആ ഗോകുൽത്തായിൽ കുരിശ് സ്ഥാപിക്കും. നമ്മളുടെ നോമ്പിൻ്റെ ലക്ഷ്യം അതാണ്. ക്രിസ്തുവിനെ നോക്കി ജീവിക്കുക, ക്രിസ്തുവിനെ നോക്കി നടക്കുക. നമ്മൾ ഒരുമിച്ച് പിതാക്കന്മാരായി, വൈദികരായി, സന്യസ്തരായി, വിശ്വാസ സമൂഹമായി ക്രിസ്തുവിനെ നോക്കി നടക്കുകയാണ്, ക്രിസ്തുവിനെ പോലെ ആകുവാൻ. ഇപ്രകാരമാണ്. എന്തിനാണ് ക്രിസ്തുവിനെ നോക്കേണ്ടത്? ദൈവത്തോട്, ക്രിസ്തുവിനോട് ചോദിച്ചു, എപ്രകാരം, എന്തുമാത്രം നീ എന്നെ സ്നേഹിക്കുന്നു? ഒരു ഗായകൻ, ഒരു ഗാനരചയിതാവ് തൻ്റെ ഗാനത്തിൽ എഴുതി വെച്ച വരികളാണ്. എത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ അവൻ കുരിശിൻ ചുവട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു, കരങ്ങൾ വിരിച്ചു, ഇപ്രകാരം പറഞ്ഞു, ഇത്രമാത്രം. അത്രമാത്രം ക്രിസ്തുവിൻ്റെ വിശാലതയിലേക്ക്, ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് നടന്നെടുക്കുവാൻ, ക്രിസ്തുവിനെ നോക്കി നമുക്ക് ജീവിക്കുവാൻ നോമ്പ് കാലഘട്ടം നമ്മെ ക്ഷണിക്കുകയാണ്. ഉയർപ്പിൻ്റെ ചൈതന്യത്തിലേക്ക് വരുവാൻ ഈ നോമ്പ് നമ്മെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പ് അനുഗ്രഹങ്ങൾ വിതറുന്ന പറുദീസായാണ്. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നതും നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റുചൊല്ലുന്നതും ഇപ്രകാരമാണ്, വിശ്വാസത്തിൽ ഏറ്റുചൊല്ലുന്നതാണ്, നോമ്പ് ഒരു പറുദീസായാണ്. പറുദീസ സമാനമാണ്. പറുദീസയിൽ എന്തായിരുന്നു? ആദവും ഹൗവായും ദൈവത്തോടൊത്ത് നടക്കുന്ന അനുഭവം. നോമ്പ് കാലഘട്ടം നമ്മെ ക്ഷണിക്കുന്നത് ഈ പറുദീസയുടെ അനുഭവത്തിലേക്കാണ്. ദൈവത്തോടൊപ്പം നടക്കുക. ഉപവസിക്കുക എന്നതിന് ഒരർത്ഥം മുമ്പ് പറഞ്ഞില്ലേ? കൂടെ ആയിരിക്കുക, ദൈവത്തോട് കൂടെ ആയിരിക്കുക, ദൈവത്തോട് മുഖാഭിമുഖം നോക്കി നിൽക്കുക. ഇപ്രകാരം ദൈവത്തോടൊത്ത് നടക്കാൻ സാധിച്ചില്ല എങ്കിൽ ലൂക്കാ സുവിശേഷകന്റെ 9-ാം അധ്യായത്തിൽ 54-ാം വചനത്തിൽ ഇപ്രകാരം യാക്കോബിനും യോഹന്നാനും സംഭവിച്ച ഒരു കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. ജെറുസലേമിലേക്ക് യാത്രയാകുമ്പോൾ യേശുവിനെ സ്വീകരിക്കാതിരുന്ന ഒരു ജനസമൂഹത്തെക്കുറിച്ച് യാക്കോബും യോഹന്നാനും കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവർ നശിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? പ്രിയപ്പെട്ടവരെ, ധ്യാനം നമുക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇപ്രകാരം നാശത്തിൻ്റെ ധ്യാനക്കാരായി മാറും. വി കോണ്ടംപ്ലേറ്റ് മർഡർ. നമ്മെ ദ്രോഹിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മെ വേദനിപ്പിക്കുന്നവർ ഇല്ലാതാകണമെന്ന് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് ചില പടികളിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അതിന് സൂചകമായി എഴുതി വച്ചിരിക്കുക നമ്മൾ കണ്ടിട്ടില്ലേ? വാച്ച് യുവർ ഫുഡ് സ്റ്റെപ്സ്. പടികൾ ശ്രദ്ധിക്കുക, ചുവടുകൾ ശ്രദ്ധിക്കുക. ഈ ധ്യാനം, നോമ്പുകാലം നമ്മുടെ ചുവടുകളെ ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ്. നമ്മളുടെ പാദമൂതുന്നത് ദൈവകൽപ്പനകളിലാണ് എന്ന് തിരിച്ചറിവിലേക്ക് വരുവാനാണ് നമുക്ക് ഈ നോമ്പും, നോമ്പിൻ്റെ ധ്യാനവും, നോമ്പിലെ പ്രാർത്ഥനകളും ഒക്കെ, നോമ്പിലെ അനുഷ്ഠാനങ്ങളൊക്കെ ഇപ്രകാരം നമ്മുടെ പാദമുദ്രകളെ, നമ്മളുടെ പാദങ്ങളെ, പടിയിറക്കങ്ങളെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ്. വാച്ച് അവർ ഫുഡ് സ്റ്റെപ്സ് വെദർ വി walk to കാൽവരി. നമ്മൾ നടക്കുന്നത് കാൽവരിയിലെ കുരിശിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. നോമ്പെടുക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, ഒരു സഭയായി, സമൂഹമായി നമ്മൾ നോമ്പെടുക്കുകയാണ്, നോമ്പ് അനുഷ്ഠിക്കുകയാണ്. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലഘട്ടം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നോമ്പിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു. 2 കാര്യങ്ങളാണ് വലിയ നോമ്പിൻ്റെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇത് മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തികൾ മാമോദീസ സ്വീകരിക്കുന്നതിന് ഒരുക്കമായി പ്രബോധനത്തിലും ആത്മതപനത്തിലും ആയിരുന്നതിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. 2, ഇത് ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായി
ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായി വിശ്വാസ സമൂഹം ത്യാഗപൂർവം സങ്കീർത്തന വചനങ്ങളും പ്രാർത്ഥനകളും ഉരുവിട്ടുകൊണ്ട് കർത്താവിൻ്റെ ഉയർപ്പ് ദിവസത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഒരുക്കിയതിൻ്റെ ഭാഗമാണ്. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ നോമ്പിൻ്റെ അനുഷ്ഠാനത്തിലേക്ക് വരുമ്പോൾ 7 പ്രാർത്ഥനകൾ നമ്മൾ പ്രത്യേകമായി പഠിച്ചു. എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ശുദ്ധനാക്കണമേ, എന്നെ പൂർണ്ണനാക്കണമേ, എന്നോടും സഹോദരങ്ങളോടും കരുണയായിരിക്കണമേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, എന്നോട് കരുണ തോന്നണമേ, ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ. ഇങ്ങനെ ഈ 7 പ്രാർത്ഥനകൾക്ക് ശേഷം 7 അത്ഭുതങ്ങൾ, 7 വ്യക്തികളുടെ ജീവിതത്തിൽ 7 സ്ഥലങ്ങളിൽ ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും രോഗശാന്തികളുമാണ് നമ്മൾ പ്രത്യേകമായി നോമ്പുകാലത്ത് ധ്യാനിക്കുക. 8ാമത്തെ അത്ഭുതമായി ഉയർപ്പ് തിരുനാളിൽ രൂപാന്തരപ്പെട്ട നമ്മുടെ ജീവിത സാക്ഷ്യം പറയുവാൻ നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിന് അവസാനം സാധിക്കണം. രൂപാന്തരപ്പെട്ട നവീകരിക്കപ്പെട്ട വ്യക്തികളായി രൂപപ്പെടുവാൻ നമുക്ക് സാധിക്കണം. ആയതിന് ഈ നോമ്പ് കാലത്ത് നമ്മളോട് സഭ പഠിപ്പിക്കുന്നു, വലിയ പറുദീസയാണ് നോമ്പ് കാലഘട്ടം, വലിയ ആയുധമാണ് നോമ്പ്. ഏലിയായും മോശയും നമ്മുടെ കർത്താവായ യേശുമിശിഹായും ശിഷ്യന്മാരും സഭയുടെ ചരിത്രത്തിലുടനീളം നമ്മെ പഠിപ്പിച്ച അനേക വ്യക്തികൾ, അനേക ആളുകൾ ചൈതന്യം ഉൾക്കൊണ്ട ഈ നോമ്പ് നമുക്കും സ്വീകരിക്കാം. പറുദീസയുടെ അനുഭവത്തിൽ നമുക്കും ആയിരിക്കാം. പുണ്യം പൂക്കുന്ന ഈ കാലഘട്ടത്തിൽ നോമ്പിൻ്റെ ഫലങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്കും ഇടയാവട്ടെ. വീണ്ടും ആവർത്തിക്കുകയാണ്, വാച്ച് യുവർ ഫുഡ് സ്റ്റെപ്സ്. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നടക്കുന്നതെന്ന് തിരിച്ചറിയുക. ലക്ഷ്യം വെക്കേണ്ടത് ഉദ്ധിതനായ ക്രിസ്തുവിലേക്കാണ്, നോക്കേണ്ടത് കുരിശുമരത്തിലേക്കാണ്. ഇപ്രകാരം ലക്ഷ്യവും ഉദ്ധിതനായ ക്രിസ്തുവിലേക്കുള്ള ലക്ഷ്യവും കുരിശുമരത്തിലേക്കുള്ള നോട്ടവും നമുക്ക് ഉണ്ടാവട്ടെ. ഇപ്രകാരം കുരിശിലേക്ക് നോക്കി ഉദ്ധിതനായ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം നവീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര കാത്തലിക് TV-യുടെ അനുവാചകർക്കും പ്രേക്ഷകർക്കും നല്ല ഒരു നോമ്പുകാലം, അനുഗ്രഹീതമായ നോമ്പുകാലം, നവീകരണത്തിലേക്ക് നയിക്കുന്ന ഒരു നോമ്പുകാലം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ ആയുധം സ്വീകരിക്കുവാൻ, പറുദീസായുടെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.